പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരും അങ്ങയോടൊപ്പം ആയിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ മാത്രമല്ല, സ്വർഗത്തിൽ അങ്ങയുടെ ഭവനത്തിൽ ഞങ്ങളായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലൂടെ സ്വർഗത്തിൻ്റെ തിരഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഈശോയുടെ വലിയ മനസ്സാണ് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത്. എന്നാൽ ഈശോയെ, അങ്ങയുടെ മനസ്സറിഞ്ഞ് ഞങ്ങൾ ജീവിക്കട്ടെ. പ്രത്യേകമാവിധത്തിൽ ഈ നവംബർ മാസത്തിൽ മരിച്ചുപോയി ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ബലിയർപ്പണങ്ങൾ, ഞങ്ങളുടെ ത്യാഗപ്രവർത്തികൾ, ഞങ്ങളുടെ ശുശ്രൂഷ അനേകം ആത്മാക്കൾക്ക് രക്ഷ നൽകുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വർഗത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനു വേണ്ട വലിയ അഭിഷേകം പ്രിയപ്പെട്ട മക്കളെ അച്ഛൻ വീണ്ടും വീണ്ടും പറയാം. നമ്മെ, നമ്മുടെ കുടുംബത്തെയും തലമുറയെയും നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളെയും, നമ്മുടെ വീട്, മണ്ണ്, ജോലി, ബിസിനസ്, ദാമ്പത്യം, പൗരോഹിത്യം, പഠനം എല്ലാത്തിനെയും ആശ്രയിച്ച് നിൽക്കുന്ന വലിയൊരു മേഖലയാണ് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മേഖല. അത് വേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ വലിയ അഭിഷേകം, വലിയ വിടുതൽ, വലിയ സൗഖ്യം കർത്താവ് നമുക്ക് നൽകും. അതിനു വേണ്ട അഭിഷേകം, യോഗ്യതയോടെ പ്രാർത്ഥിക്കാൻ വേണ്ട ദൈവിക ശക്തി നമുക്ക് ഈ സമയം ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് സ്വന്തമാക്കാം. പരിശുദ്ധാത്മാവേ, ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി ശക്തരാക്കണമേ. വലിയ അഭിഷേകം, സന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരണേ പകരെ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാ. വലിയ അഭിഷേക ശക്തിയാല് എല്ലാ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ, ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായുള്ള അഭിഷേകം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, അനയിക്കണമേ സ്വർഗത്തിലേക്ക്. വലിയ പ്രാർത്ഥനയോടെ എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെ സമർപ്പിച്ച് ഞങ്ങൾ യാചിക്കുന്നു. മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവേ ശക്തിയാലെ ഇന്ന് അഭിഷേകം ചെയ്യണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ഇടവകകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ, രക്ഷയുടെ ശക്തി, വീണ്ടെടുപ്പിന്റെ ശക്തി, വിശുദ്ധിയുടെ ശക്തി നിറയട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയട്ടെ. വലിയ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇടവകകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന വലിയ അഭിഷേകം നിറയട്ടെ, 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 നിറയട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. സ്വർഗത്തിന് വലിയ സാന്നിധ്യ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ആയിരിക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ
സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധി അമ്മേ, അമ്മ ഞങ്ങൾക്കായി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അഭിഷിക്തരായ സന്യസ്തരായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കൂട്ടരാണ് അഭിഷിക്തരും സന്യസ്തരുമൊക്കെ. കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ ഒരു വിചാരമുണ്ട്, അവരെല്ലാവരും അവരാൽ തന്നെ അവരുടെ ജീവിതം കൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത. ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കൾക്കും ശുദ്ധികരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കുമൊക്കെ സ്വർഗം വെളിപ്പെടുത്തിക്കൊടുത്തൊരു വലിയ പ്രാർത്ഥനയാണ് അഭിഷിക്തർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നുമില്ല, ഞാൻ പറയും, ഒരച്ഛനായ ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന് വലിയ കാര്യങ്ങളുണ്ട്. വിശുദ്ധി അളക്കുന്ന അളവുകോലിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. കൂടുതൽ നൽകപ്പെട്ടിട്ടുള്ളവരിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും. ദൈവമായ കർത്താവ് ഒരഭിഷിക്തൻ എന്ന നിലയിൽ എനിക്ക് കൂടുതൽ നൽകി. സാഹചര്യങ്ങൾ, അവസരങ്ങൾ, പ്രാർത്ഥിക്കാൻ അറിവ്, ഇതെല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് എന്നിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കും സ്വർഗം. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ചെയ്യുന്ന അതേ പാപം തന്നെ ഞാൻ ചെയ്താൽ എൻ്റെ പാപത്തിന് വലിയ ഗൗരവമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു അഭിഷിക്തൻ, മാർപ്പാപ്പ, കർദിനാള്, മെത്രാൻ, ഒരു സന്യാസ ജീവിതം ജീവിക്കുന്ന വ്യക്തി സ്വർഗത്തിൽ പോകണമെങ്കിൽ അത് ഭയങ്കരമായ ഉത്തരവാദിത്വത്തിൻ്റെ മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ തീക്ഷ്ണമായിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ സഹായിച്ചവരാ അവർ. മാമോദിസ നൽകിയ അഭിഷിക്തർ, നമുക്ക് ആദ്യ കുർബാന നൽകിയ അഭിഷിക്തർ, തൈലേപനം നൽകിയ അഭിഷിക്തർ, കുമ്പസാരിപ്പിച്ച അഭിഷിക്തർ, വചനം പറഞ്ഞ നമ്മെ സഹായിച്ച അഭിഷിക്തർ, കർത്താവിൻ്റെ ബലിയർപ്പിച്ച് നമ്മെ കർത്താവിൻ്റെ കരുണയിലേക്ക് ആനയിച്ച അഭിഷിക്തർ, നമ്മെ ഒത്തിരി സഹായിച്ച സന്യസ്തർ, നമ്മെ പഠിപ്പിച്ചവർ, അങ്ങനെ പല മേഖലകളിൽ പ്രിയപ്പെട്ടവരെ അഭിഷിക്തരുമായിട്ട് സന്യസ്തരുമായിട്ട് നമുക്കൊക്കെ വലിയ ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നേ ദിനത്തിൽ ആരാധനയിലും കരുണയുടെ ജപമാലയിലും എല്ലാ അഭിഷിക്തരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മളുമായിട്ട് വ്യക്തിബന്ധമുള്ള അഭിഷിക്തർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ വളർത്തുവാൻ നമ്മെ സഹായിച്ച അഭിഷിക്തരെയും സമർപ്പിതരെയും നമുക്ക് വ്യക്തിപരമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ എല്ലാ അഭിഷിക്തരെയും, മരിച്ചുപോയ ഈ അഭിഷിക്ത മേഖലയെ, സന്യസ്ത മേഖലകളെ നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചിലൊരു ലാഘവത്വം ഈ മരിച്ചുപോയവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കടന്നു വരാറുണ്ട്. അത് അഭിഷിക്തരെന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറച്ച് നല്ല പോലെ ജീവിച്ച ആത്മാക്കൾ, ഈ ചരമപ്രസംഗമൊക്കെ ഇല്ലേ, അവിടെ ഒരു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ചില ചരമപ്രസംഗം നടത്തുമ്പോൾ അച്ഛന്മാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയും. ഒരു ഉദാഹരണം പോലെ പറയാം, നമ്മുടെ അന്നാമ്മ ചേച്ചി കർത്താവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കി, വചനമനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് മക്കളെ വളർത്തി ഉത്തരവാദിത്വം പൂർത്തീകരിച്ചു, ദേവാലയത്തിൽ ഒത്തിരിയേറെ ത്യാഗം ചെയ്ത് ബലിയർപ്പിക്കാൻ വേണ്ടി കടന്നു വന്നു, പ്രാർത്ഥനയിൽ മക്കൾക്ക് മാതൃക നൽകി, നാടിന്, ഇടവകയ്ക്ക്, കുടുംബത്തിന് അന്നാമ്മ ചേച്ചി ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇതാ അന്നാമ്മ ചേച്ചി ഇതാ സ്വർഗത്തിലേക്ക് ഇന്ന് ആനയിക്കപ്പെടുകയാണ്. ചരമപ്രസംഗാണ്ട അനുസേട്ടൻ ഇങ്ങനെ പറയും, നമ്മളിനി അന്നാമ്മ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട,
അന്നാമ്മ ചേച്ചിയോട് പ്രാർത്ഥിച്ചാൽ മതി, ഭയങ്കര അങ്ങോട്ട് കൈയായിട്ട് ഉയർത്തും. നമുക്ക് എന്താ അറിയാവുന്ന ഈ ആത്മാവിനെ കുറിച്ച്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദോഷം എന്നറിയോ? അവിടെയുള്ള ബന്ധുക്കളും അവിടെയുള്ള നാട്ടുകാരും പ്രിയപ്പെട്ടവരും ഈ അന്നാമ്മ ചേച്ചിക്ക് വേണ്ടി പിന്നീട് പ്രാർത്ഥിക്കത്തില്ല. ആ അന്നാമ്മ ചേച്ചി നേരെ സ്വർഗത്തിലാണല്ലോ, ആർക്കറിയാം? അങ്ങനെ ഒരു ലാഘവത്വം പ്രിയപ്പെട്ടവരെ അനേകം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ ഞാൻ പറയും പിശാച് തടസ്സപ്പെടുത്തും. അല്ല, അച്ഛന്മാരിയായിരിക്കും ആ അച്ഛൻ ഭയങ്കര സംഭവമായിരുന്നു, അതുകൊണ്ട് നേരെ പൊക്കോളും ആ കന്യാസ്ത്രീ. അങ്ങനെയൊന്നും നമ്മൾ ആരെക്കുറിച്ചും വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാവുന്ന കാര്യം എല്ലാവർക്കും വേണ്ടി കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടതനുസരിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാശ്ചിത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കി നിർത്തരുത്. എല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, അഭിഷിക്തരായിട്ടുള്ള സന്യസ്തരായിട്ടുള്ള അനേകം മക്കളെക്കുറിച്ച് ശുദ്ധീകരണ ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരിയ സിമ ഞങ്ങളെ ഇവിടെ നിന്നു രക്ഷിക്കൂ എന്നൊരു പുസ്തകമുണ്ട്. അത് ഈ മരിയ സിമ എന്ന് പറഞ്ഞ സ്ത്രീ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒത്തിരിയേറെ ശുദ്ധീകരണ ആത്മാക്കളുമായിട്ട് ബന്ധമുള്ള ഒരു മകളാണ്. ശുദ്ധീകരണ സ്ഥലത്ത് പലവട്ടം കർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്, നരകത്തിൻ്റെ ദർശനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിസ്റ്റിക്ക. അപ്പോൾ ഈ മകളുമായുള്ള അഭിമുഖത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഓരോരോ മേഖലകളിൽ അനേക മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയേറെ അഭിഷിക്തര് സന്യസ്തര് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും അവസ്ഥകളും. അതിൽ നിന്ന് ഒരനുഭവം അച്ഛനിപ്പോൾ പറയാം. ഒരിക്കലും ഒരു കന്യാസ്ത്രീ, ഈ പുസ്തകത്തിൽ പറയാം, ഒരു കന്യാസ്ത്രീ ഭയങ്കര വിശുദ്ധിയിൽ ജീവിച്ച കന്യാസ്ത്രീയാണ്. അവസാന കാലഘട്ടം ബലിപീഠ ശുശ്രൂഷ, സക്രാരി, സങ്കീർത്തി ആ ഒരു ബന്ധത്തിൽ ജീവിച്ചൊരു മകളാണ്. സമൂഹത്തിൽ ആ സിസ്റ്ററിനെ എല്ലാവരും വിശുദ്ധ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു സമൂഹത്തിലൊക്കെ ഒരു കന്യാസ്ത്രീനെ സമൂഹാംഗങ്ങൾ വിശുദ്ധ എന്ന് വിളിക്കണമെങ്കിൽ, കളിയാക്കിയിട്ടല്ലെങ്കിൽ ശരിക്കും വിളിക്കണമെങ്കിൽ നമുക്കറിയാലോ എന്തുമാത്രം വിശുദ്ധി വേണം. അങ്ങനെ വിളിക്കപ്പെട്ടിരുന്ന ഒരു മകളാണ് ഈ മകൾ. മരിച്ചു. അതുകൊണ്ട് തന്നെ ആരും അധികമൊന്നും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. എല്ലാവരും പറഞ്ഞു, എന്തിനാ പ്രാർത്ഥിക്കണേ, നേരെ പോയിട്ടുണ്ട് സ്വർഗത്തിലേക്ക്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ പറയുക, ഒരു ദിവസം ഈ സങ്കീർത്തിയുടെ ചാർജുള്ള സിസ്റ്റർ അതിരാവിലെ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ ആ സങ്കീർത്തിയിൽ ഈ മരിച്ച സിസ്റ്റർ ഇങ്ങനെ നിൽക്കാന്ന് പറയണം, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വന്നിട്ടെന്ന പോലെ. നമുക്കറിയാം, ശുദ്ധീകരണ ആത്മാക്കൾക്ക് ചിലരുടെ അരികിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനാ സഹായം തേടാൻ ദൈവം അനുവദിക്കാറുണ്ട്. നമുക്കറിയാം, യുപ്രാസിയമ്മ, നമ്മുടെ മറിയം ത്രേസ്യാമ്മ, പാദ്രേ പിയോ, അമ്മ ത്രേസ്യ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ അനേക ശുദ്ധീകരണ ആത്മാക്കൾ ഇവരുടെ അരികിലേക്ക് ദൈവത്താൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യപ്പെടുന്നുണ്ട്. ഒക്കെ ചരിത്രമാണ്. അങ്ങനെ ഈ മകൾ ഇങ്ങനെ വന്ന് നിൽക്കുക ഈ സങ്കീർത്തിയിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഈ സിസ്റ്റർ അലമുറയിട്ട് നിലവിളിക്കുക, കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ഈ സിസ്റ്റർ ചോദിച്ചു, അമ്മേ അമ്മേ നമുക്കെന്ത് പറ്റി? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താ, ചൂളയിൽ എന്ന പോലെ ഉരുക്കി, അവിടെ പറയുന്നത് റെഡിഷ് കളറാണ് എന്ന് പറഞ്ഞാൽ ഇരുമ്പൊക്കെ പഴുത്തിരിക്കുന്ന പോലെ പഴുത്ത് ശുദ്ധീകരണ സ്ഥലത്ത് ചൂളയിൽ എന്ന പോലെ ഉരുക്കി ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ആ അവസ്ഥയിൽ തന്നെ വന്നിരിക്കുന്നത് എന്നാ പറയാം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു 7 കുർബാന എനിക്ക് വേണ്ടി അർപ്പിക്കണം. അപ്പോൾ ഈ സിസ്റ്റർ ചോദിച്ചു, അമ്മേ അമ്മ ഇതുപോലെ വിശുദ്ധി ജീവിച്ചിട്ട് എന്തുകൊണ്ടാ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വന്നേ? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു എന്നാ പറയാ, അതായത് വേണ്ട വിധത്തിലുള്ള പശ്ചാത്താപം ഉള്ളിലില്ലാതെ ഏറ്റുപറഞ്ഞ പാപങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം കണ്ടോ? പാപങ്ങൾ ഏറ്റു പറഞ്ഞു, കുമ്പസാരിച്ചു, പക്ഷെ എന്തുണ്ടായില്ല? ഹൃദയത്തിൽ വേണ്ട വിധത്തിലുള്ള പശ്ചാത്താപം ഉണ്ടായില്ലെന്ന്. അതുകൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടി ശുദ്ധീകരണ പ്രക്രിയ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഈ സിസ്റ്റർ മദറിനോട് പറഞ്ഞു, മദർ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അവരാ സമൂഹം ഒരുമിച്ച് 7 ദിവസം
ഈ സിസ്റ്ററിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയാ. വെള്ളവസ്ത്രധാരിയായിട്ട് നന്ദി പറഞ്ഞ് സ്വർഗത്തിൻ്റെ വലിയ സമാധാനത്തിലേക്ക്, സൗഭാഗ്യത്തിലേക്ക് അനയിക്കപ്പെട്ടു. പാതിരി പേരെടുത്ത് ഇതുപോലൊരു സന്യാസി പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, ഒരു അച്ഛൻ. അപ്പോൾ വർഷങ്ങളായിട്ട് ശുദ്ധീകരണ സ്ഥലത്തെന്നാ പറയുക. ചോദിച്ചു, എന്തുകൊണ്ടാണ് പിതാവേ അങ്ങ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നേ? അപ്പോൾ ആ സന്യാസിയുടെ ആത്മാവ് പാതിരിപ്പിയോട് പറഞ്ഞെന്ന് പറയാ, അയോഗ്യതയോടും അശ്രദ്ധയോടും കൂടി കുർബാന അർപ്പിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. പാതിരിപ്പിയോട് ആവശ്യപ്പെടുക. പാതിരിപ്പിയോ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ അച്ഛൻ്റെ ആത്മാവ് സ്വർഗ സൗഭാഗ്യം പ്രാപിച്ചു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അച്ഛന്മാരുടെ കാര്യം. അയോഗ്യത, അശ്രദ്ധ, ബലിയർപ്പണം, വേണ്ട വിധത്തിൽ പശ്ചാത്താപമില്ലാത്ത കുമ്പസാരങ്ങൾ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാര്, സിസ്റ്റേഴ്സ് എല്ലാവരും നേരിട്ട് സ്വർഗത്തിൽ പോയി എന്ന് കരുതരുത്. ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന അഭിഷിക്തർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു കുടുംബത്തിൽ അവരെ ഓർക്കാൻ മക്കളില്ല, ഭാര്യയില്ല, പിന്നെ ആരുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ. അവരൊക്കെ മാതാപിതാക്കൾ മിക്കവാറും മരിച്ചു പോയി കാണും. സഹോദരങ്ങൾ അവരുടെ കുടുംബക്കാരിയായിരിക്കും. പിന്നെ അവരുടെ മക്കൾ പ്രാർത്ഥിക്കോ? ആരെ പ്രാർത്ഥിക്കുക? അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ഒരു വർഗമായിട്ട്, സമൂഹമായിട്ട് മാറാൻ ഒത്തിരി സാധ്യതയുള്ള സമൂഹമാണ് മരിച്ചുപോയ അഭിഷിക്തരുടെയും സമർപ്പിതരുടെയും ആത്മാക്കൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടി അറിഞ്ഞ് പ്രാർത്ഥിക്കണം, അവസ്ഥകൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണയിലേക്ക് എല്ലാ മരിച്ചുപോയ അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണ ഈ ആത്മാക്കളുടെ മേൽ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ ആരാധനയിലും കരുണയുടെ ജപമാലയിലും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയ സ്നേഹത്തോടെ, വലിയ ദാഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ അഭിഷിക്തരെയും സന്യസ്തരെയും നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ കരുണയിലേക്ക് അവരെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ അവരിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ പലപ്പോഴും നന്ദിയില്ലാത്തവരാ. കുമ്പസാരിപ്പിച്ച, നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച, നമ്മെ മാമോദിസ മുക്കിയ അഭിഷിക്തരെ നമ്മൾ മറക്കരുത്. നന്ദിയോടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മേഖലയുണ്ട്. വിളിക്കപ്പെട്ട അഭിഷിക്തർ, വിളിക്കപ്പെട്ട സമർപ്പിതർ സ്വർഗം കണ്ട് ജീവിക്കാൻ വേണ്ട ഒരഭിഷേകത്തിനു വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥമായ സ്വർഗചിന്ത നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ പിന്നാലെ, ഭൗതികതയുടെ പിന്നാലെ, ആത്മാക്കളുടെ രക്ഷ അതിനുവേണ്ടിയുള്ള വിളി എന്നുള്ള സത്യം മനസ്സിലാക്കാതെ ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ, ലോകത്തിൻ്റെ കച്ചവടങ്ങളിൽ, ലോകത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിച്ചുകൊണ്ട് സ്വർഗത്തെ മറന്ന്, സ്വർഗപ്രാപ്തിയെ മറന്ന് സ്വന്തം ജീവിതം ജീവിക്കുന്ന അനേകം അഭിഷിക്തരുണ്ട്, സമർപ്പിതരുണ്ട്. അതോടൊപ്പം തന്നെ ദൗത്യം മറന്നു പോയവർ, ഒരപ്പൻ്റെ പണി ചെയ്യാൻ വിളിക്കപ്പെട്ട അഭിഷിക്തൻ, ഫാദർ, ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കേണ്ടവന് ഒരു പിതാവായ അഭിഷിക്തനായ പുരോഹിതൻ, അത് മറന്ന് ജീവിക്കുന്ന അനേകം പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോകാതെ ദൈവാരൂപിയാൽ നയിക്കാൻ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആത്മരക്ഷയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി അഭിഷിക്തർ സജ്ജരാക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ പറയാറുണ്ട്, വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ കാര്യമാണ്, ഒരു പുരോഹിതൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട അനേകം ആത്മാക്കളെയും കൊണ്ടല്ലാതെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അഭിഷിക്തർക്കും സമർപ്പിതർക്കും സാധിക്കണം. അതിനുവേണ്ടി കൂടി പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. മരണം പോലെ വേറെ പിരിഞ്ഞു പോയ എല്ലാ അഭിഷിക്തരെയും എല്ലാ സമർപ്പിതരെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് വലിയ സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ അഭിഷിക്തരെയും കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബലി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാശ്ചിത്ത പ്രവർത്തികൾ, നമ്മുടെ ത്യാഗപ്രവർത്തികൾ അവർക്ക് വേണ്ടി ബലിയോട് ചേർത്ത് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർത്തുകൊണ്ട് അവരെ ഓർത്ത് നന്ദി പറഞ്ഞ്, അതോടൊപ്പം തന്നെ ഈ ആരാധനയിൽ എല്ലാ അഭിഷിക്തർക്കും വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിഷിക്തരുടെ മേൽ കരുണയായിരിക്കണമേ, അവരെ അഭിഷേകം ചെയ്യണമേ. ഈ കാലഘട്ടത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കാൻ, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ജീവിക്കാൻ എല്ലാ അഭിഷിക്തരും സന്യസ്തരും പ്രത്യേകമാവിധം അഭിഷേകം പ്രാപിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. മാലാഖമാരോട് ചേർന്ന് ഓ ദൈവമക്കളെ ഒരുമയോടെ സ്തുതിച്ച് ഓ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതിരാത്ത തിരിച്ചുവരവെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടാകണമേ. ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ വലിയ കാരുണ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളിലൂടെ ശുദ്ധീകരണ ആത്മാക്കൾക്കും അവിടുന്ന് ഇടയാക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച്
അങ്ങയുടെ വലിയ കരുണ അനേക മക്കളിലേക്ക്, പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കളിലേക്ക്, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അങ്ങ് ഒഴുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയും. ഈശോ, ഇന്ന് പ്രത്യേകമാവിധം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം മൂലം വേർപിരിഞ്ഞു പോയ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ അഭിഷിക്തർക്കും എല്ലാ സന്യസ്തർക്കും വേണ്ടി കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ വളരുവാൻ, ആത്മീയമായിട്ട് ഞങ്ങളെ വളർത്തുവാൻ അങ്ങ് തിരുമനസ്സായി ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഭിഷിക്തർ, ഞങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകിയവര്, ഞങ്ങൾക്ക് ആദ്യ കുർബാന നൽകിയവര്, ഞങ്ങളുടെ കുംഭസാരം കേട്ടവര്, ഞങ്ങൾക്ക് സ്ഥൈര്യലേപനം നൽകിയവര്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ബലി അർപ്പിച്ച് ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, ഒത്തിരിയേറെ അഭിഷിക്തര് മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളെ അധ്യാപനത്തിലൂടെ വേദപാഠം പഠിപ്പിച്ച് കർത്താവിൻ്റെ കരുണയിലേക്ക് ഞങ്ങൾ തിരിച്ച, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ആശ്വാസം നൽകിയ, ഞങ്ങളെ വളർത്തിയ അനേക സന്യസ്തര് മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. സോ അവരെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്വയെ പലപ്പോഴും ഞങ്ങൾ അവരെ വിസ്മരിച്ചിട്ടുണ്ട്, അവർക്ക് പ്രാർത്ഥന ആവശ്യമില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ മരിച്ചുപോയ എല്ലാ അഭിഷിക്തരെയും എല്ലാ സന്യസ്തരെയും അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾ വലിയ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അഭിഷിക്തരെയും, മരിച്ചുപോയ എല്ലാ അഭിഷിക്തരെയും സന്യസ്തരെയും നമുക്ക് ഓർക്കാം ഒരു നിമിഷം. നമ്മുടെ കുടുംബ പാരമ്പര്യത്തില്, നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് ഈശോ വിളിച്ച അഭിഷിക്തര് മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഓർക്കുക, സമർപ്പിതരെയും ഓർക്കുക. പലപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടി കാണിച്ചിട്ടില്ലേ മക്കളെ? ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ആത്മാക്കളാണ് അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ആത്മാക്കൾ. ജീവിതത്തിൽ ഒത്തിരി ഉപേക്ഷകൾ വരുത്തിയിട്ടുണ്ട് അവരൊക്കെ. തമ്പുരാന്റെ സ്വന്തമായി ജീവിക്കേണ്ട മക്കള്, കർത്താവിന്റെ കരുണയുടെ കൈവഴികളാകേണ്ട മക്കള്, ലോകാരൂപിയിൽ നിന്ന് മാറി ജീവിക്കേണ്ട മക്കള്, വൃതബദ്ധമായ ജീവിതം ജീവിക്കേണ്ട മക്കള്, വിശുദ്ധിയോടെ ബലിയർപ്പിക്കേണ്ട മക്കള്, യോഗ്യതയോടെ ജീവിക്കേണ്ട ജീവിതം. പല മേഖലകളിലും ജീവിക്കാൻ പരാജയപ്പെട്ടു പോയി. നമ്മൾ കണ്ടില്ലേ, അയോഗ്യതയോടും അശ്രദ്ധയോടും കൂടി ബലിയർപ്പിച്ചതിന്റെ പേരിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വന്ന സന്യാസി, വേണ്ട ഒരുക്കമില്ലാതെ പശ്ചാത്താപമില്ലാതെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ സന്യാസിനി ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നു. ആ ഒരു തലത്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അഭിഷിക്തരെ കുറിച്ചൊക്കെ നമുക്ക് ചിലതറിയില്ല മക്കളെ, സന്യസ്തരെ കുറിച്ച് നമുക്കറിയില്ലേ. എന്തുമാത്രം പ്രാർത്ഥന വേണ്ടവരാണ് അഭിഷിക്തരും സന്യസ്തരും. ഈശോ നമുക്കെന്നത് വെളിപ്പെടുത്തി തരിക. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ അഭിഷിക്തരെയും എല്ലാ സന്യസ്തരെയും കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണ ഈശോയെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷിക്തരെയും എല്ലാ സന്യസ്തരെയും കർത്താവെ, ലോകമെമ്പാടും നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോവുകയും ഇപ്പോൾ ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്നേ ദിനം പ്രത്യേകമാവിധം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ കരുണ ആ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. മക്കളുടെ ആത്മാക്കളെ കരുണയോടെ ശുദ്ധീകരിക്കണമേ. അതിനെല്ലാം വേണ്ടി പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ.
പ്രാർത്ഥിച്ചേ. കരുണയുള്ള ദൈവമേ, എല്ലാ അഭിഷിക്തരുടെ മേലും കനിവു തോന്നണമേ. എല്ലാ സന്യസ്തരുടെ മേലും പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ഈശോയെ, ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുള്ള പ്രിയപ്പെട്ട മക്കളാണ് മരിച്ചുപോയ ഞങ്ങളുടെ അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെന്ന് ഞങ്ങൾ ഇന്നറിയുന്നു. ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ തീഷ്ണതയോടെ നന്ദിയോടെ പ്രാർത്ഥിക്കട്ടെ. പലപ്പോഴും ഈശോയെ ഞങ്ങൾ മറന്നുപോകുന്ന, നന്ദിയില്ലാതെ പോകുന്ന മേഖലയാണ് ഞങ്ങളെ വളർത്തുന്ന, ആത്മീയമായി വളർത്തുന്ന അഭിഷിക്തരുടെയും സന്യസ്തരുടെയും മേഖല. ഈശോയെ, ഞങ്ങൾ അവരെല്ലാം അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരും മനുഷ്യരാണ്, ബലഹീനരാണ്. വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത പുലർത്താതെ പലപ്പോഴും വീണുപോയ അവസ്ഥകൾ ഈശോയെ പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാക്കൾ നശിച്ചു പോകരുതേ കർത്താവേ. അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ലോകവ്യാമോഹങ്ങള്, ജഡികമായ ആസക്തികള് പല മക്കളെയും പലതിലും വീഴ്ത്തിയിട്ടുണ്ട്. ഈശോയെ, അതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അതോടൊപ്പം തന്നെ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജീവിച്ചിരിക്കുന്ന അഭിഷിക്തരായ എല്ലാ മക്കളും സന്യസ്തരും ഈ ലോകത്തിന്റെ പിന്നാലെ പോകാതെ, ലൗകികതയുടെ പിന്നാലെ പോകാതെ, ലോകാരൂപിയുടെ പിന്നാലെ പോകാതെ, വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത പുലർത്തി ആത്മാർത്ഥതയോടെ, വിശുദ്ധിയോടെ, വ്രതബദ്ധമായ ജീവിതം വിശ്വസ്തയോടെ പാലിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി അനേകം ആത്മാക്കളെ സ്വർഗത്തിൽ ജനിപ്പിക്കാൻ എല്ലാ അഭിഷിക്തരെയും എല്ലാ സന്യസ്തരെയും ഈ കാലഘട്ടത്തിൽ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും എല്ലാ സന്യസ്തരെയും സ്വർഗം കണ്ട് നല്ല മരണത്തിലൂടെ രക്ഷപ്രാപിക്കാൻ വേണ്ടി മാത്രം, ആത്മാക്കൾക്ക് വേണ്ടി വിളിക്കപ്പെട്ട വിളിയുടെ വിശ്വസ്തത, അതിന്റെ മഹത്വം, ഉത്തരവാദിത്വം മനസ്സിലാക്കി ജീവിക്കാൻ എല്ലാ അഭിഷിക്തരെയും സന്യസ്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈശോയെ, പ്രത്യേകമായ വിധത്തില് മരണം മൂലം വേറെ പിരിഞ്ഞു പോയ എല്ലാ അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ഈ മക്കളെ കഴുകി വിശുദ്ധീകരിച്ച് ഈശോയെ അങ്ങേ രക്തത്തിലൂടെ വീണ്ടെടുത്ത് സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ അഭിഷിക്തരുടെയും എല്ലാ സന്യസ്തരുടെയും ആത്മാക്കളെ സ്വർഗ സൗഭാഗ്യത്തിനായി അങ്ങ് വേർതിരിക്കണമേ, വിശുദ്ധീകരിച്ച് പവിത്രീകരിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ ഇവരെ കഴുകണമേ. പ്രാർത്ഥിക്കും മക്കളെ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ ഇവരെ കഴുകണമേ. എല്ലാ അഭിഷിക്തരെയും സന്യസ്തരെയും കഴുകണമേ. യേശുവേ, ഇവരെ കഴുകണമേ. യേശുവേ, പൂർണ്ണമായി ഇവരെ കഴുകണമേ. പ്രാർത്ഥിച്ചേ മക്കളെ. യേശുവേ, ഇവരെ കഴുകണമേ. യേശുവേ, പൂർണ്ണമായി ഇവരെ കഴുകണമേ. എല്ലാ അഭിഷിക്തരെയും സന്യസ്തരുടെയും ആത്മാക്കളെ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും യേശുവേ കഴുകണമേ. പൂർണ്ണമായി ഇവരെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ ഇവരെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ ഇവരെ കഴുകണമേ. വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. ഇന്നു മുതൽ പ്രത്യേകമാവിധം മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ അഭിഷിക്തർക്കും വേണ്ടിയും സന്യസ്തർക്കും വേണ്ടിയും ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ ഒരു വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. വിസ്മരിക്കപ്പെടാതെ
കർത്താവെ, ജീവിതം മുഴുവൻ അങ്ങേക്ക് വേണ്ടി മാറ്റിവെച്ച അവർ ജീവിക്കട്ടെ, അവിടെ ആത്മാക്കൾ സ്വർഗം പ്രാപിക്കട്ടെ. അതിനുവേണ്ടി കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ എല്ലാ അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ കർത്താവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിലൂടെ ഇന്ന് പ്രത്യേകമാവിധം ഈ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോ ഗെത്സേമനയിൽ രക്തം വിയർത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ എല്ലാ ശുദ്ധികര ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന അതിദാരുണമായ പീഡാസഹനങ്ങൾ നമുക്ക് ഓർക്കാം. പടയാളികൾ മാറി മാറി ഈശോയെ അതിക്രൂരമായിട്ടടിക്കുമ്പോൾ ഈശോയേറ്റ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത ശുദ്ധികനാത്മാക്കളുടെ മേല് കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. മുൾമുടി ധരിപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയേറ്റ പീഡനങ്ങള് മുറിവുകള് എത്രയോ വലുത്. ആ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോ പലവട്ടം വീണ് എഴുന്നേറ്റ് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കായി മരിക്കാനായിട്ട് ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഗാഗുൽത്തായിലെത്തി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ, രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞ് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കുന്ന ഈശോയുടെ കാരുണ്യം, ആ വലിയ കരുണയിലേക്ക് എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താൽ
അതിദാരുണമാം പീഡാസഹനത്താൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ 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 അതിദാരുണമാം പീഡാസഹനത്താൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങളെല്ലാവരും രക്ഷപ്പെടണം, ഞങ്ങൾ ആരും നശിച്ചു പോകാൻ പാടില്ല. അതായിരുന്നല്ലോ ഈശോയെ അങ്ങയുടെ തിരുഹിതം. വലിയ സ്നേഹത്തോടെ നന്ദിയോടെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നശിക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ മരിച്ചു. അങ്ങേ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു, ജീവൻ നൽകി, വീണ്ടെടുത്തു, രക്ഷിച്ചു. ആ വലിയ രക്ഷ എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും ഇപ്പോൾ നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വീടിനെയും മണ്ണിനെയും ലോകം മുഴുവനെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ
ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, കരുണാമയനേ. പരിശുദ്ധ പരമാ